നമസ്കാരം. അമ്മയിലെ വാർത്തകൾ തന്നെയാണ്. ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് കേട്ടു നോക്കാം. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഫീലിംഗ് ടു മേക്ക്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ആ ഇതിനകത്ത് അഡ്വോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനൊക്കെ വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയാം ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം, നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടി ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ, സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം. നീന കുറുപ്പ്, ലക്ഷ്മി പ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയിട്ട് പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? അല്ല അത് മനസ്സിലായി പിഷു. അതല്ലേ ഞാനിപ്പോ പിഷുവിനോട് എന്താ പറഞ്ഞേ, ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം, നിങ്ങൾ എലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാ. പക്ഷേ നിങ്ങൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം, നമ്മുടെ കണക്കും നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇത് തരാനുള്ള അധികാരമില്ലെന്ന്. അത് ഓക്കെ ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജനറൽ ബോഡി തന്നെ തരണം. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്. എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഒരു മിനിറ്റ് എഡോക്ക് ചെയ്യാൻ പറ്റും എന്നാണോ ജനറൽ ബോഡിക്ക്? മറ്റേ ബൈലോ, അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് എഡോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡ്ഹോക്കിന്റെ ഒരു മിനിറ്റ്, അല്ലല്ല നോട്ട് വിത്തൗട്ട് കൈയടിച്ച് പാസ്സാക്കാൻ. ഓ വേ, അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പ്രോഗ്രാം കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്വോക്ക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, എന്താ പറയാ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ
റൂള് വേറെ, സ്ത്രീകൾ എഡോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ നോ 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 ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു? എങ്ങനെ ആള് എഡോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു? അതുമാത്രല്ല, എഡോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡോക്ക് ആൾക്കാരാണ് സഞ്ജീവനി ഇറക്കിയത്. എങ്ങനെ എഡോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? പറയൂ. കഴിഞ്ഞ അഡ്വക്കേറ്റ് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം? പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അമ്മയുടെ ഉദ്യോഗസ്ഥനോടല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് ഇല്ല. തുടങ്ങിയോ? നടത്താനുള്ള അധികാരമുണ്ട്, തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പോ എന്തുകൊണ്ട് അപ്പോ ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? പിന്നെ നമ്മളെ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേന്നേ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേന്നേ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റുന്നത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്, 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികാരം എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചയും വിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റീന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. ഞാൻ പിഷുവിനോട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാറില്ല, അല്ലെങ്കിൽ അറിഞ്ഞ നടന്നത് തെറ്റാണ്. അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധയ്ക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളല്ല, കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന അൻസിബയും പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് അൻസിബയെ മാറ്റി, എന്തുകൊണ്ട് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തു? അപ്പൊ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് അൻസിബയും മാല പാർവതി ചേച്ചീനെയും മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തു പോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു മെയിൽ കണ്ടു, നമ്മള് മെയിൽ കണ്ടു. ലക്ഷ്മിപ്രിയന്റെ ഓൾറെഡി മെയിൽ വന്നു കഴിഞ്ഞു. എനിക്ക് കുക്കു പരമേശ്വരൻ ഈനാപ്പേരക്കുറിപ്പും കൂടെ മിനിഞ്ഞാന്നിന്റെ തലേന്ന് ഓഫീസിൽ വന്ന വീഡിയോ എടുത്തോണ്ട് പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഏതിന്റെ വീഡിയോ? നമ്മുടെ ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ. അത് ഇപ്പൊ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതന്നെ ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് നടക്കുന്നത് പിഷു. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവർ ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ തന്നില്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല, ഞാൻ എഴുതിയിട്ടേ തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്.
ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.